എല്ലാവരും നമ്മുടെ കുടുംബങ്ങൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഏറ്റവും വലിയ തിരുനാള് ഏത് എന്ന് ചോദിച്ചാൽ ഉയർപ്പ് തിരുനാളാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹ ഉയർപ്പിക്കപ്പെട്ടില്ല. പോലീസുകാരുടെ വാക്കുകൾ ഉയർപ്പിക്കപ്പെട്ടില്ല. നമ്മുടെ വിശ്വാസം ബന്ധം നമ്മുടെ ഒരുമിച്ച് കൂടുതൽ യാചിക്കും. അപ്പൊ ഉയർപ്പ് തിരുനാളിനെ അടിസ്ഥാനമാക്കിയാണ് ക്രൈസ്തവ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുക. ലോക ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് പ്രതീകം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയാൻ സാധിക്കും, സന്ദേഹമില്ലാതെ പറയാൻ പറ്റും, നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്ന ഒന്നാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹ ഒത്തിരിനായ യേശുമിശിഹായുടെ രൂപം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നിരാശരും ദുഃഖരും പാപികളുമായിരിക്കുന്ന ദരിദ്രരുമായിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഉത്തരവും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പ് രൂപത്തെ, അല്ലെങ്കിൽ ഉത്തിനായ ഈശോയെ ദർശിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം 2025 ജൂബിലി വർഷമായിട്ട് പ്രത്യാശയുടെ തീർത്ഥാടകര് എന്ന് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ പിതാവ് വിളിച്ചിരിക്കും. പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നോട്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിരാശയല്ല. പരീക്ഷകൾ ചിലപ്പോൾ 10 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ എഴുതി തോറ്റവരാകാം. അപ്പോൾ അവർക്കൊരു പ്രത്യാശയുണ്ട്, ഇത് നാളെ വിജയിക്കാനായിട്ട് കർത്താവ് യേശുമിശിഹായോട് ചേർന്ന് നാളെ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന്, പരാജയത്തിന് ഒരു വിജയം ഉണ്ടാകുമെന്ന്. അത് പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ രോഗത്തിൽ ആയിരിക്കുന്നവർക്ക്, ജീവിതത്തിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ ആയിരിക്കുന്നവര്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് പേരിൽ പ്രയാസത്തിന് വേദനയിലുമായിരിക്കുന്നവർക്ക് വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് യേശുമിശിഹാ ഉയർപ്പ് നൽകുന്നുണ്ട്. പാപികളായിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് കർത്താവിന്റെ ഉയർപ്പ് നൽകുന്ന പ്രത്യാശ, തങ്ങളുടെ പാപത്തിന്റെ മോചനം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പിന് ലഭിക്കുകയാണ്. പെസഹ വ്യാഴവും ദുഃഖവെളിയും ദുഃഖശനിയും ഒക്കെ അത് ദുഃഖസാന്ദ്രമായിരുന്നെങ്കിൽ ഉയർപ്പ് നമുക്ക് വലിയ ആഹ്ലാദത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശമാണ്. സമാധാനം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മിശിഹ നമ്മോട് കൂടെ എന്നാണ്, എമ്മാനുവേൽ എന്നാണ്. നാം ഒരാൾക്ക് സമാധാനം ആശംസിക്കുമ്പോൾ മിശിഹ നമ്മോട് കൂടെ എന്ന് തന്നെയാണ് അർത്ഥം. ഈശോമിശിഹ നമ്മോട് കൂടെ എന്ന്, ഈശോമിശിഹ നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ അവൻ പരാജിതരല്ല, വിജയിച്ചവൻ. പാപികളുടെ മാനസാന്തര, പാപികളെ സംബന്ധിച്ച് ഉത്ഥാനം അത് പ്രതീക്ഷയാണെങ്കിൽ, സന്തോഷമാണെങ്കിൽ, ഇത് അപ്പോസ്തലന്മാര് അവർ യേശുവിനെ ഉപേക്ഷിച്ചു പോവുകയും വിട്ടുപോവുകയും ഒക്കെ ചെയ്തെങ്കിലും ഈശോയുടെ ഉയർപ്പ് അവർക്കൊരു പുതുജീവൻ, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്നതാ. ഈശോയുടെ സാന്നിധ്യം അവർക്ക് പുതിയ ബന്ധമുണ്ടാകുവാനായിട്ട്, പുതുജീവൻ ഉണ്ടാകുവാനായിട്ട് കാരണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉയർപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇപ്രകാരമുള്ള ബന്ധങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന, ക്ഷണിക്കുന്ന വലിയ തിരുനാൾ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങളും പുനർജീവിപ്പിക്കാൻ, ഉയർത്തെഴുന്നേൽക്കാൻ ദൈവമേ എന്ത് കാരണം കൊണ്ട് ഉണ്ടായാലും അതിനെ നമ്മൾ വീണ്ടും പുനർജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉയർപ്പ് തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉത്തിന ഈശോയുടെ രൂപം
നമുക്ക് വലിയ പ്രതീക്ഷ നൽകണം, ജീവിതത്തിന്റെ പ്രതീക്ഷ നൽകണം. നമ്മൾ ഈ കുട്ടി ഒരുക്കി കല്ലറയില് കല്ല് ഉരുട്ടി മാറ്റിയാണ് ഉദ്ധിതൻ പുറത്തേക്ക് വരുന്നത്. ജീവിതത്തിന്റെ പല രീതിയിലുള്ള കല്ലുകൾ സമൂഹത്തിന്മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവരാണ്. അവര് ഭാവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ അപകർഷതയുടേതായ കല്ല് ഉണ്ടാകാം, ദാരിദ്ര്യത്തിൻ്റെതായ കല്ലുണ്ടാകാം. ഇതെല്ലാം വെച്ച് അടയ്ക്കപ്പെട്ടവരാണെങ്കിൽ ഉദ്ധിതന ഈശോയോട് ചേർന്ന് അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകൾ നമ്മൾ തുറക്കണം, ഉരുട്ടി മാറ്റണം. ഉദ്ധിതന ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്രകാരം: ഏത് വിധത്തിലുള്ള കല്ല് വെച്ച് മൂടപ്പെട്ടിരിക്കുന്നവോ അത് ഭയത്തിൻ്റെതാകാം, ദുഃഖത്തിൻ്റെതാകാം, ആകുലതയുടേതാകാം ജീവിതത്തിൽ, ഇതെല്ലാം ഉരുട്ടി മാറ്റുവാൻ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്ത് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നമുക്ക് ഉദ്ധിതന ഈശോ നൽകുന്ന ഈ വലിയ സന്ദേശം, നമുക്ക് ഉയർന്നൊരു ദിവസം പ്രത്യാശയുടെ സന്ദേശം, അത് നമുക്കുണ്ടാകണം. നമുക്കറിയാം സുവിശേഷത്തിന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മനോഭാവം എന്തായിരുന്നു? അവര് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഏറെ ദുഃഖിതരായിരുന്നു. കാരണം അവർക്ക് ഇനി ജീവിതത്തിൽ എന്ത് എന്ന ചോദ്യത്തിനായിരുന്നു ഉത്തരമില്ലാതിരുന്നത്. അപ്പോൾ ഈശോ അവരോട് കൂടെ കൂടുകയും അവരോട് പങ്കുവയ്ക്കുകയും ചെയ്തത്, ഈശോ അവർക്ക് അപ്പമെടുത്ത് വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, പങ്കുവയ്ക്കലിന്റെ സ്ഥലങ്ങളിൽ മാത്രമാണ് കർത്താവിന്റെ ഉദ്ധിതനായ ഈശോയുടെ അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉയർന്നു തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പങ്കുവയ്ക്കലിന്റെ അനുഭവം ഉള്ള സമൂഹത്തില്, പങ്കുവയ്ക്കലിന്റെ അനുഭവമുള്ള കുടുംബത്തില് ആണ് ഉദ്ധിതനെ കാണുവാൻ, ദർശിക്കുവാനായിട്ട് സാധിക്കുക. പങ്കുവയ്ക്കൽ ഇല്ലാത്ത സ്ഥലങ്ങളില് ബന്ധങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയുമായിരിക്കും. അപ്പൊ പങ്കുവയ്ക്കലിന്റെ വലിയ ആഘോഷമാണ് ഉയർപ്പ് തിരുനാൾ നമ്മെ നൽകുന്ന മറ്റൊരു സന്ദേശം, പങ്കുവയ്ക്കലിന്റെ വലിയ സന്ദേശം. പങ്കുവയ്ക്കപ്പെടുന്നവർക്കാണ് സ്നേഹമുണ്ടാവുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യുക. ഈ പങ്കുവയ്ക്കലിന്റെ അനുഭവം നമുക്കുണ്ടാകണം. യേശു സിബേരിയസ് കടൽ തീരത്ത് മീൻ പിടിക്കുവാൻ പോയ ശിഷ്യന്മാര് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് ഇതാ വലതുവശത്ത് വല വീശുക എന്ന് പറയുകയും മത്സ്യം നിറയുകയും ചെയ്തു. 156 മത്സരങ്ങളുമായിട്ട് അവർ വരുമ്പോൾ അവർക്ക് കരുതലോടെ പ്രാതലൊരുക്കിയിരിക്കുന്ന ഈശോയെ അവർ കാണുന്നത്. അവർക്ക് കരുതലോടെ പ്രാതലൊരുക്കിയിരിക്കുന്ന ഈശോയെ. പ്രിയമുള്ളവരെ, ഉദ്ധിത ഈശോ നൽകുന്ന നമ്മോടുള്ള മറ്റൊരു സന്ദേശം, നമ്മെ കുറിച്ച് കരുതലുള്ള ഈശോ അവിടുന്ന് മൺമറഞ്ഞു പോയവനും മരിച്ചു പോയവനുമല്ല, കരുതലുള്ള ഈശോയുടെ ചിത്രവുമാണ് നമുക്ക് ഉയർപ്പ് തിരുനാൾ നൽകുന്ന സമാധാനം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉദ്ധിത ഈശോയുടെ ഉയർപ്പ് തിരുനാള് നമ്മെ കുറിച്ച് കരുതലുള്ള ഈശോയെ കുറിച്ചുള്ള ചിന്ത, പങ്കുവയ്ക്കുന്ന ഈശോയെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ എല്ലാ അടിമത്തിൽ നിന്നും എല്ലാ രീതിയിലുള്ള മോചനം നൽകി നമ്മെ സ്നേഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, വിജയത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്ന ഈ തിരുനാള് നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനമാകട്ടെ. ഇന്നും ഈ മനോഭാവമില്ലാത്തത് കൊണ്ട് ക്രൈസ്തവരായ മാതാപിതാക്കൾ പോലും നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചതുപോലെ അമ്മമാര് കുഞ്ഞുങ്ങളോടൊന്ന് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് മാറുന്നു. പ്രത്യാശയില്ലാത്തവരായിട്ട് നമ്മുടെ ജീവിതത്തിന് ഇനി ഒന്നുമില്ല, നാശമാണ് എന്ന ചിന്ത, നാശത്തിലേക്ക് അതുകൊണ്ട് അവർ കൂപ്പുകുത്തുകയും ചെയ്യും. ഈ ഉയർപ്പ് തിരുനാൾ ദിവസം നൽകുന്ന ഏത് നഷ്ടത്തിനും പ്രത്യാശ കർത്താവിന്റെ രൂപത്തിൽ കർത്താവിനെ നോക്കി പ്രത്യാശയുള്ളവരായി, പ്രത്യാശയുടെ സന്ദേശം പങ്കുവയ്ക്കുന്നവരായി, സമാധാനം പങ്കുവയ്ക്കുന്നവരായി, നമുക്ക് കൂട്ടായ്മ പങ്കുവയ്ക്കുന്നവരായി, അത് സമൂഹത്തിനും കുടുംബത്തിനും കൂട്ടായ്മയും ജീവിക്കുന്നവരാകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകം ഈ കൂട്ടായ്മയാണെന്നുള്ള ബോധത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഉദ്ധിതന ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും